ഹായ് ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നൊരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ക്രിസ്മസിന് മുന്നേ ഇടണമെന്ന് കരുതിയതാണ്. പക്ഷേങ്കിൽ തിരക്കുകൾ കാരണം എനിക്ക് എഡിറ്റ് ചെയ്തിടാനുള്ള ടൈം കിട്ടിയില്ല. ക്രിസ്മസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല, അടുത്തിന് ക്രിസ്മസിന് വരുമ്പോഴോ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്കൊക്കെ ഉണ്ടാക്കി നോക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഒരു 3 കിലോ വെയിറ്റ് വരുന്ന പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ്. ഇതിപ്പോൾ ഞാൻ 6 ടിന്നിലായിട്ട് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഇതൊരു റിച്ച് പ്ലം കേക്കാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ബട്ടർ എടുക്കാം. നമുക്കിപ്പോൾ 3 കിലോ വെയിറ്റിന് 300 ഗ്രാം ബട്ടറാണ് ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ ഞാനിവിടെ 300 ഗ്രാം അൺസാൾട്ടഡ് ബട്ടർ എടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു 2.25 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് അത് നന്നായിട്ട് ബീറ്റ് ചെയ്യാൻ വെക്കാം. ബീറ്റ് ചെയ്യാൻ വെക്കുന്നതിന് മുന്നേ അതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പുപൊടി ചേർത്ത് കൊടുക്കണം. ഉപ്പുപൊടി ചേർത്തിട്ട് വേണം ബീറ്റ് ചെയ്യാൻ വെക്കാനായിട്ട്. അപ്പോൾ അതാ ഞാൻ സ്റ്റാൻഡ് മിക്സറിലാണ് ചെയ്യുന്നത്. സ്റ്റാൻഡ് മിക്സറിലോട്ട് വെച്ച ശേഷം നമുക്ക് ഈ കേക്കിന് വേണ്ടിയിട്ടുള്ള ഫ്ലോറൊക്കെ ഒന്ന് അരിച്ചെടുക്കാം. പ്ലം കേക്ക് ആകുമ്പോൾ അത്യാവശ്യം ജോലിയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എടുക്കേണ്ടുള്ളതെല്ലാം നേരത്തെ തന്നെ എടുത്ത് വെക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഓരോന്നായിട്ട് വിട്ടുപോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ പ്ലം കേക്കിനുള്ള ഫ്രൂട്ട്സും കാര്യങ്ങളും എല്ലാം ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മാവ് അരിച്ചെടുക്കാം. പഞ്ചസാരയുടെ അതേ അളവിൽ തന്നെയാണ് ഞാനിവിടെ മാവ് എടുക്കുന്നത്. 2.25 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2.25 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ചേർക്കുന്നുണ്ട്. അതിനുശേഷം ഒരു 1/2 ടീസ്പൂൺ ഗ്രാമ്പൂ, 1/2 ടീസ്പൂൺ പട്ട പൊടിച്ചത്, പിന്നെ 2.25 സ്പൂൺ ഗരം മസാല, കൂടെ തന്നെ നമുക്ക് കുറച്ച് ജാതിക്കയും കൂടി ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയായി കഴിഞ്ഞാൽ നമുക്ക് അത് നന്നായിട്ട് അരിച്ചെടുക്കാം. അരിച്ചെടുത്ത് കഴിയുമ്പോഴേക്കും അതിലോട്ട് കുറച്ച് കൊത്തൊക്കെ ഉണ്ടാവും. അതൊക്കെ നമുക്ക് ആ മാവിലോട്ട് തന്നെ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ അതിന് ശേഷം നമുക്ക് മുട്ടയാണ് എടുത്ത് വെക്കേണ്ടത്. ഞാനിവിടെ 9 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. 9 മുട്ടയും ഒരു ബൗളിലോട്ട് നമുക്ക് ഒഴിച്ച് മാറ്റി വയ്ക്കാം. ഇതിന് ശേഷം നമുക്ക് എടുത്ത് വെക്കേണ്ടത് പ്ലം കേക്കിന് പ്രധാനമായിട്ടും വേണ്ട ഫ്രൂട്ട്സാണ്. ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇത് കഴിഞ്ഞ തവണ സോക്ക് ചെയ്ത് വെച്ച ഫ്രൂട്ട്സാണ് കേട്ടോ. ഈ വർഷത്തെ ഫസ്റ്റ് പ്ലം കേക്കിൻ്റെ ഓർഡറാണിത്. ഇത് നമുക്ക് ഗുജറാത്തിലോട്ട് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഡ്രൈ ഫ്രൂട്ട്സ് എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ 4.5 കപ്പ് ഡ്രൈ ഫ്രൂട്ട്സാണ് ഞാനിവിടെ എടുക്കുന്നത്. അതിന് പുറമെയാണ് കുറച്ച് നട്ട്സും കൂടി എടുക്കുന്നുണ്ട്. 1.5 കപ്പ് നട്ട്സ് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് നട്ട്സ് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഓറഞ്ച് സിസ്റ്റം, കുറച്ച് ജിഞ്ചർ കാൻഡിയാണ് അതിനോടൊപ്പം ചേർക്കുന്നത്. പിന്നെ കുറച്ച് മിക്സ്ഡ് ഫ്രൂട്ട് ജാം. ഇത് ഓൾറെഡി അതിൽ ചേർത്തിട്ടുണ്ട്. എന്നാലും റിച്ച് പ്ലം കേക്ക് ആയതുകൊണ്ട് സെപ്പറേറ്റ് കുറച്ചുകൂടി ഞാൻ ചേർക്കുന്നതാണ്. അപ്പോൾ അത്രയും നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കാം. മിക്സ് ചെയ്ത് വെച്ച് ഇതൊക്കെ ഒന്ന് ആയി കഴിയുമ്പോൾ നമ്മുടെ സ്റ്റാൻഡ് മിക്സറിൽ ബട്ടർ ഒന്ന് ബീറ്റായി വന്നിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് കുറച്ച് കാരമൽ കളറ് ചേർത്ത് കൊടുക്കാം. ഒരു 2.5 സ്പൂൺ കാരമൽ കളറ് ചേർത്ത് കൊടുക്കാം. എന്നാൽ മാത്രമേ ഇത്രയും കേക്കിന് വേണ്ടിയിട്ടുള്ള കളർ നമുക്ക് കിട്ടത്തുള്ളൂ. കുറച്ച് ഡാർക്ക് കളർ വേണമല്ലോ, റിച്ച് പ്ലം കേക്കാണ്. അതുകൊണ്ട് തന്നെ ഒരു 2.5 ടീസ്പൂൺ കളർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത്ര ആയിക്കഴിഞ്ഞാൽ അതിന് ഒരിക്കൽ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് മുട്ടയും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. നമ്മൾ ഒഴിച്ചു കൊടുത്ത കാരമൽ കളറിൻ്റെ ആ ഒരു കളറ് ആ ഒരു മിക്സിലോട്ട് ആയിക്കഴിഞ്ഞാൽ നമുക്ക് മുട്ട ഓരോന്നായിട്ട് ഇങ്ങനെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഫാസ്റ്റായിട്ട് കാണിക്കുന്നത് കൊണ്ടാണ് അത് പെട്ടെന്ന് ചേർക്കുന്നത് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്. സ്ലോലിയാണ് കൊടുക്കുന്നത്. ഓരോ മുട്ടയും ബീറ്റായി കഴിയുമ്പോഴാണ് മുട്ട ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ മുട്ടയും കൂടി നന്നായിട്ട് ബീറ്റായി വന്നു കഴിഞ്ഞാൽ അടുത്ത് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഫ്ലോറാണ്. നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ഫ്ലോറ് ചേർത്ത് കൊടുക്കാം. അതിന് മുന്നേ ആയിട്ട് നമ്മുടെ മിക്സറിൻ്റെ ബ്ലേഡൊന്ന് മാറ്റിയിട്ട് കൊടുക്കാം. ഇപ്പോൾ ബീറ്റ് ബ്ലേഡാണ് കിടക്കുന്നത്. ഇനി നമുക്ക് ഫോൾഡിങ് ബ്ലേഡൊന്ന് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് ഫ്ലോർ ആഡ് ചെയ്ത് ഫസ്റ്റ് സ്പീഡിൽ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്ലോർ മിക്സ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് തന്നെ നമുക്ക് എസൻസ് ഒന്ന് ഒഴിച്ചു കൊടുക്കാനുണ്ട്. അപ്പോൾ ഞാനിവിടെ പൈനാപ്പിൾ എസൻസും വാനില എസൻസും ആണ് ചേർക്കുന്നത്. 1 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസും 2 ടീസ്പൂൺ വാനില എസൻസും കൂടിയാണ് ചേർക്കുന്നത്. അപ്പോൾ അത്രയും കൂടി ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്ത ശേഷം നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഫ്ലോർ മിക്സ് ചെയ്ത് കൊടുക്കാം.
ഞാനിവിടെ ഫ്ലോർ മിക്സ് ചെയ്യുമ്പോഴത്തേക്കും അത് കുറച്ച് ഫ്ലോർ മിക്സ് ചെയ്ത ശേഷം ഡ്രൈ ഫ്രൂട്ട്സ് ഇടയ്ക്കിടയ്ക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് അധികം താഴ്ന്നു പോകാതെ നല്ല രീതിയിൽ തന്നെ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് രണ്ടും കൂടി മിക്സ് ചെയ്ത് ഇട്ടെടുക്കുന്നത്. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള നട്ട്സും എല്ലാം ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്ക് ബേക്കിംഗ് ടിന്നിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ എനിക്ക് ഈ ഒരു കേക്ക് ഗുജറാത്തിലോട്ട് കൊടുത്തു വിടേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഞാനിത് നമ്മൾ ഡ്രീം കേക്കൊക്കെ ചെയ്യുന്ന ആ ഒരു ടിന്ന് വാങ്ങിയിട്ടാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അതിലൊഴിച്ച് തന്നെയാണ് ബേക്ക് ചെയ്ത് എടുക്കുന്നത്. ബട്ടർ പേപ്പർ കൂടി ഇട്ട് കൊടുക്കും. അപ്പോൾ എല്ലാ വർഷവും ഇതേപോലെ തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. എല്ലാ വർഷവും എനിക്ക് ഈ ഒരു ഓർഡർ ഉള്ളതാണ്. അപ്പോൾ ആ രീതിക്ക് തന്നെയാണ് ഇപ്പോഴും ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ടിന്നൊക്കെ ഞാൻ ഗ്രീസ് ചെയ്ത് ബട്ടർ പേപ്പർ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ടിന്നിലും 1/2 kg വീതം നമുക്ക് മെഷർ ചെയ്ത് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓരോ ടിന്നിലും ബാറ്റർ ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് നട്ട്സും കിസ്മിസും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ചേർത്ത് ഗാർണിഷ് ചെയ്തതിന് ശേഷം 180 ഡിഗ്രിയിൽ ഒരു 50 മിനിറ്റ്സോളം നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. പിന്നെ ഓരോ ഓവനെ ബേസ് ചെയ്തിട്ടിരിക്കും അതിൻ്റെ ടെമ്പറേച്ചറും ടൈമിങ്ങും ഒക്കെ. അപ്പോൾ എൻ്റെ ഓവനിലാണെങ്കിൽ എനിക്ക് 180 ഡിഗ്രി തന്നെയാണ് ഞാൻ ബേക്ക് ചെയ്തെടുക്കുന്നത്. ഏതാണ്ട് 50 മിനിറ്റോളം ആകുമ്പോഴത്തേക്കും എനിക്ക് ബേക്കായി കിട്ടാറുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഗാർണിഷ് ചെയ്തതിന് ശേഷം ബേക്ക് ചെയ്യാനായിട്ട് മാറ്റാം. അപ്പോൾ ഇതിൽ ഞാൻ നട്ട്സ് ചേർത്തിരിക്കുന്നത് കാഷ്നട്ടും ആൽമണ്ടും കൂടിയാണ് ചേർത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ടോപ്പിങ്ങിൽ നമ്മളത് കൊടുക്കുന്നുണ്ട്. കൂടെ ചെറിയും കുറച്ച് കിസ്മിസൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്കെല്ലാം ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വൈനിൽ സോക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ കൊടുത്തു വിടുന്നത്. അപ്പോൾ ഇത് നമുക്ക് സാമ്പിൾ നോക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള കേക്കായിരുന്നു. അപ്പോൾ നല്ല സോഫ്റ്റാണ്. അതുപോലെ തന്നെ എല്ലായിടത്തും നിറയെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഉണ്ട്. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഈ ഒരു കേക്ക്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. കൂടെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലിനെ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത്.